പെറുക്കി കൊണ്ടൊന്ന് വാങ്ങി വെച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള തിടുക്കത്തിലാണ് അമ്മ. ഇടയിലാണ് ഇവിടുത്തെ ജ്യോതിഷി വിളിച്ചിട്ട് ഞാനാണെങ്കിൽ അവന്റെ വീട്ടിൽ തലയൊക്കെ നേരാണെങ്കിലും ഇറങ്ങിയ തിടുക്കത്തിന് ഞാൻ ടീഷർട്ട് വിളിച്ചത് വേറെ ഒന്നുമല്ല അവന്റെ വീട്ടിലേക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി. നമ്മുടെ ആക്റ്റീവ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം ഗ്യാസ് കുറ്റിയൊക്കെ പുഷ്പം പോലെ ഇതിന്റെ ഫ്രണ്ടിൽ ഇരുന്നു. അതിന്റെ മേലെ പറഞ്ഞു കൂടെ ഗ്യാസ് ഏജൻസി ചെന്നിട്ട് അവനാണെങ്കിൽ ബില്ല് അടിക്കാൻ ഇതൊക്കെ അടച്ചിട്ട് വന്നിട്ടാണ് നമ്മുടെ പഴയ ഗ്യാസ് അവിടെ വെച്ചിട്ടാണെങ്കിൽ പുതിയ ഒരെണ്ണം എടുത്തിട്ട് അങ്ങനെ ഗ്യാസിനെ അവനെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ടാണെങ്കിൽ ഞാൻ തിരിച്ചു പോയിട്ട് എനിക്ക് തലേത്തേക്ക് എണ്ണയെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ ഇടിച്ചപ്പോഴാണ് നമ്മുടെ ചേച്ചിയുടെ മോനാണെങ്കിൽ കുത്തിവെപ്പ് എടുക്കാൻ പോകാൻ. രണ്ടൊന്നുമല്ല, ഹോട്ടലിൽ 4 കുത്തിവെപ്പാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. കയ്യിലും 2 കാലിലും ഓരോന്ന് വീതം. അങ്ങനെ ഇരുന്നപ്പോഴാണ് അച്ഛനപ്പുറത്തൊന്ന് വിളിക്കുന്നത്, ഒരു കൊല വെട്ടി വെച്ചേക്കുന്നത്, അതാണ് ഈ കൊണ്ടുവന്നൊന്ന് വിറ്റിട്ട് വരാൻ. ഭാവിയിൽ നിന്നോടെ പാതാളം എന്ന് പറഞ്ഞ കണക്ക് ഞാൻ ചെന്നപ്പോഴത്തേനാണെങ്കിൽ ആ കടയെ തുറന്ന് വേറൊരു കടയെ കൊണ്ടേക്ക് കൊടുത്തു. അന്നാരാണെങ്കിൽ 13 കിലോ അവിടെ കഴിഞ്ഞ് 12 കിലോയ്ക്ക് 15 രൂപ വീതം 180 രൂപ. തിരിച്ച് വീട്ടിയപ്പോൾ നമ്മുടെ ഡബ്ലൂഷ് ആണെങ്കിൽ കുത്തൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല ഉഷാറായിട്ട് വന്നു. അടുത്ത കുത്ത് കിട്ടിയപ്പോൾ ആകാരില്ല. അപ്പോഴേക്കുള്ള നേഴ്സുമാരെല്ലാം കൂടെ കണ്ണു വെച്ച് നല്ല വയ്യാണ്. പിന്നുള്ള 3 എണ്ണത്തിന് ആശങ്ക. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേന് ആൾ ജോളിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ പിള്ളേരെല്ലാം കൂട്ടി ഇവിടെ അടുത്തുള്ള അച്ചു എന്ന് പറയുന്ന ഒരുത്തന്റെ വീട്ടിലോട്ട് അവരിന്ന് ഡൽഹിയിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് കുടിക്കാനായിട്ട് മിറിന്റെ ഇവനാണ് ചെക്കൻ മനസ്സില്ല മനസ്സോടെയാണ് രക്ഷപ്പെട്ട ചെങ്ങായി. അവന്റെ വീട്ടിൽ മാങ്ങ നിൽക്കുന്നത് കണ്ടിട്ട് പിള്ളേർക്ക് ചോദിച്ചിട്ടാണെങ്കിൽ ഒരു തോട്ടി എടുത്ത് 5-6 അങ്ങനെ അവന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനുള്ള ടാക്സി ഒക്കെ വന്നു. അഖിലംബർക്ക് കയറ്റി വെച്ച് പേരന്റ്സിന്റെ എല്ലാം അനുഗ്രഹം മേടിച്ച് അവനാണെങ്കിൽ പോകാൻ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും കൂടെ പോവാണ്. അങ്ങനെ അവന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളും തിരിച്ച് വീട്ടിൽ. അതിനിടയിലാണ് അച്ഛൻ വിളിച്ചിട്ട് പറയുന്നത് ശരിയാക്കാൻ കൊടുത്ത ഫാനും കൂടെ തിരിച്ചു വരുമ്പോൾ മേടിച്ചിട്ട് അച്ഛനപ്പാടെ വെയിൽ തടമാങ്ങ കൈവിനെ അങ്ങോട്ട് പോകുന്നത് ശരിയാക്കിയ ഫാനും മേടിച്ച് വീട്ടിൽ. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് അച്ഛൻ പറഞ്ഞു അച്ഛന്റെ പെരിങ്ങിലപ്പുറത്ത് അമ്പലം വരെ ഒന്ന് പോകണം തൊഴാൻ. ഇവിടെ ഉത്സവം നടക്കുക, ഇവിടെ കാളകെട്ടൊക്കെ ഉണ്ട്. അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് അച്ഛന്റെ കൂട്ടുകാരൻ മനുമാവന്റെ വീട്ടിൽ വന്നു. മനുമാവന്റെ മോഹം വരച്ചാണ് ഇതെല്ലാം. ആൾക്ക് ഇല്ലാടിയാണ് നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുക. കൂടാതെ അനിമയ ഫാൻ കൂടെയാണ്. അങ്ങനെ അവിടെ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചിട്ട് അച്ഛനെ തിരിച്ച് വീട്ടിൽ കൊണ്ടു. അതാണ് എന്റെ അനിയെ സച്ചു. അവന് ഇട്ടിരിക്കുന്ന ഷർട്ടും പാന്റും എന്റെ. ഞങ്ങൾ രണ്ടുപേരും സെയിം സൈസ് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മളിന്ന് സൈക്കിളിലാണ് പോകുന്നത് എല്ലാവരും കൂടെ. ഇവനാണ് എന്റെ സാരഥി കുഞ്ഞു. പോകുന്ന വഴിക്കൊക്കെ പാട് സ്പൂക്കി ഇതൊരു കാടാണ്, അതുകൊണ്ട് പട്ടിസാർമാരെല്ലാം കൂടെ കാട്ടിലെന്തായിരുന്നാവോ പരിപാടി. പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യത്തെ എതിരേൽപ്പ് കണ്ടു. ഇതിനിടയിൽ നമുക്ക് കുറച്ച് നാരങ്ങകളൊക്കെ കെട്ടിയാഴ്ചക്കൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ ലൈൻ കമ്പി. പിന്നെ ഇത് കാളയുടെ ഒക്കെ ടേണിംഗ് റേഡിയസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മൾ വണ്ടി വളയ്ക്കുന്ന പോലെ ഇത് വളയ്ക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ തോളത്തെടുത്ത് പൊക്കാന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള പിള്ളേരാണ്. എല്ലാ പൂരപ്പറമ്പിലും ഇതുപോലെ വൈബാക്കാനായിട്ട് ഇവന്മാർ എപ്പോഴും ഉണ്ടാവും. ഒരേ വൈബ് തന്നെ പിള്ളേർ. നമ്മുടെ കൂടെ വന്ന ഡെയിൻസിനൊക്കെ എന്തെങ്കിലും കുറയ്ക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനാണ് ഈ കപ്പലിന്റെ ഒക്കെ മേടിച്ചു. അതിനിടയിലാണ് എന്റെ ചേട്ടന്റെ കൂട്ടുകാരും ഇതിനെ പണ്ട് നാട്ടിലൊക്കെ റീൽസിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി ഉള്ള പയ്യനായി. കപ്പലിന്റെ അങ്ങോട്ട് തിന്നു കഴിഞ്ഞാൽ പാടെ അവർക്ക് പിന്നെ വിശക്കാൻ തുടങ്ങിയിട്ടാണെങ്കിൽ ഉള്ളിയോടെ എപ്പോഴാണ് മെയിൻ കാളയുടെ ഇങ്ങനെ മേളമൊക്കെ വരുത്തപ്പോഴും നമ്മുടെ പിള്ളേരും തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ കുറച്ച് പ്ലോട്ട് പോലത്തെ സാധനങ്ങളൊക്കെ വന്നു. കൂട്ടത്തിലേക്കും വെച്ച് വലിയ തേര്. അങ്ങനെ അതുകൂടെ അകത്ത് കയറിയപ്പോഴത്തേക്കും നമ്മളാണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോയി. അപ്പൊ ഓക്കെ ബൈ, ബാക്കി നാളെ.